ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ ഞാനാണെങ്കിൽ പത്തനംതിട്ട പോയിട്ട് വന്ന സമയത്ത് നമ്മുടെ അക്വറിയത്തിനകത്തൊരു ഒരു കുറച്ച് കാട കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അവന് ഞാനൊരു 6 മേടിച്ച് തട്ടി. അപ്പോൾ അതിനുള്ള മസാലയും വറക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാരണം ജാറിലോട്ടൊക്കെ നേരെ മസാലയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടോട്ടൽ ഒരു 6 കാട ഉണ്ട് കേട്ടോ. മൊത്തത്തിലൊരു 6 കാട ഉണ്ട്. അപ്പോൾ 6 കാട തുടർന്നുള്ള കുക്കിംഗ് വീഡിയോസ് എന്തായിരുന്നാലും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്ത് അതേപോലെ തന്നെ ബെൽ ബട്ടണും കൂടെ അമർത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോ നൈസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് പൊടിച്ചെടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് ഒരു 3-4 ഉള്ളിയും അതേപോലെ തന്നെ കോൺഫ്ലവറും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറകിൽ നമ്മൾ ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും അതേപോലെ തന്നെ നമ്മൾ കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ഇഞ്ചി ഇങ്ങനെയുള്ള സാധനങ്ങൾ മൊത്തം ചേർക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഞാൻ ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 7-8 അത്രയേ ഉള്ളൂ, 7 അല്ലിയാണിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ അതിൽ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് മിക്സിയിൽ കറക്കി എടുത്തിട്ട് നമ്മുടെ കാടയിൽ ഫുള്ള് തേച്ച് നല്ലതുപോലെ മസാജ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ ഞാനൊരു കുറച്ച് നേരം വെക്കുന്നുണ്ട്. സോ ഓൾറെഡി അങ്ങനെ വെക്കേണ്ട ആവശ്യമില്ല. ചിക്കനകത്ത് നമ്മൾ തേച്ചിട്ട് 1 മണിക്കൂർ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അഥവാ വെച്ചാലും ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ പുറത്ത് വയ്ക്കുന്നതിനെക്കാട്ടും ചെന്ന് ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ടിരിക്കും. അപ്പോൾ കോൺഫ്ലവറൊക്കെ ആയതുകൊണ്ട് ചെറുതായിട്ടൊരു കോട്ട് പുറത്തുണ്ടാവും കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കളർ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കോൺഫ്ലവർ മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ അതേപോലെ തന്നെ പാത്രം നല്ലതുപോലെ ചൂടായി, എണ്ണയും നല്ലപോലെ ചൂടായിട്ട് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 3 മിനിറ്റ്, കറക്റ്റ് ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രമേ മറിക്കാവൂ കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പാത്രത്തിനടിയിൽ ഒട്ടി പിടിക്കാതിരിക്കുകയുള്ളൂ. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ മറിച്ചിടുക കേട്ടോ. ഞാനതേപോലെ 3 മിനിറ്റ് കഴിഞ്ഞിട്ട് മറിച്ചിട്ട്, അപ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി, കണ്ടോ, ഒന്നും പറഞ്ഞു പോകാതെ കറക്റ്റ് സെറ്റായിട്ട് കിട്ടുന്നതായിരിക്കും. 3 മിനിറ്റ് കറക്റ്റ് നിങ്ങൾ ടൈമർ വെച്ച് നോക്കുക. 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ കളറൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഞാൻ കളർ ചേർത്തിട്ടില്ല, വീട്ടിൽ കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാൻ കളർ ചേർത്തിട്ടില്ല. അതേപോലെ തന്നെ ഞാൻ കുക്ക് ചെയ്യുന്നത് ഏതിലാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വിറകടുപ്പിലാട്ടോ കുക്ക് ചെയ്യുന്നത്. അപ്പോൾ 6 അടുത്ത 2ാമത്തെ സ്റ്റെപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്. 2 ഇട്ടെ അടുത്ത സ്റ്റെപ്പ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ അതിൽ കുറച്ചുകൂടെ മുളക് പൊടി ഒന്ന് ചേർത്തായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ എരിവ് വേണമെന്ന് തോന്നി. അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ വീണ്ടും ഞാൻ ഇതേപോലെ തന്നെ 3 മിനിറ്റ് വെച്ച് എടുത്തിട്ടുണ്ട്. ടോട്ടലി ഒരു 15 മിനിറ്റ് കേട്ടോ ഞാൻ ഇവരെ കുക്ക് ചെയ്താൻ എടുത്ത ടൈം. അപ്പോൾ ഞാൻ വിറകടുപ്പിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഗ്യാസിലൊക്കെ ആണെങ്കിൽ നോക്കാം, ഞാൻ ഫ്ലെയിം അത്യാവശ്യം കൂട്ടിയിട്ടിട്ടാണ് കുക്ക് ചെയ്തത്. കാരണം കാട വേവാൻ എത്ര വലിയ സമയം വേണ്ട. പോരാഞ്ഞിട്ട് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആട്ടോ ഇത്. ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. ഇനിയും തുടരെ നമ്മുടെ കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ടാവും. അടുത്തിനി എന്താ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്താൽ നമ്മൾ മാക്സിമം അടുത്തുള്ള വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്കും കണ്ടോ, ഇത് തന്നെ ഒന്നും പൊട്ടിപ്പൊളിഞ്ഞോ അല്ലെങ്കിൽ ചത അതിലൊട്ടി പിടിച്ചിട്ടൊന്നും ഇരുന്നിട്ടില്ല. അതാണ്. പിന്നെ കോൺഫ്ലവർ ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് താഴെ പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വറുക്കുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ സിമ്പിൾ മെത്തേഡാണ് കണ്ടോ. നമ്മൾ സിമ്പിളായിട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഞാൻ വെറുതെ ഒരു മണത്തിന് വേണ്ടി ഒന്ന് വറുത്ത് കോരി അതിൻ്റെ പുറത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇതാണ് ടോട്ടലി നമ്മളെല്ലാം ചെയ്യുമ്പോഴുള്ള, അല്ലെങ്കിൽ വറുത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് ഇങ്ങനെ കേട്ടോ. അപ്പം നിങ്ങളെല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഈ സാധനം ഒന്ന് റെസിപ്പി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് കാണാം. ബൈ.